നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഈ ഫൊറിയർ ട്രാൻസ്ഫോമിൽ നമുക്ക് മെയിൻലി അറിയേണ്ട മൂന്ന് കാര്യമാണുള്ള: കോംപ്ലക്സ് ട്രാൻസ്ഫോം, സൈൻ ട്രാൻസ്ഫോം, കൊസൈൻ ട്രാൻസ്ഫോം. കോംപ്ലക്സ് ട്രാൻസ്ഫോം ആണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എഫ് ഓഫ് ഒമേഗ ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു -i⍵dx ആണ് വരുന്നത്. എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കി എഫ് ഓഫ് ടിയില് എഫ് ഓഫ് എസിലോട്ട് മാറ്റുന്നതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതേപോലെ എഫ് ഓഫ് എക്സിലുള്ള ഒരു ഫംഗ്ഷനെ എഫ് ഓഫ് ഒമേഗയാക്കി മാറ്റുന്നതാണ് എന്തുവാ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എഫ് ഓഫ് ഒമേഗ ട്രാൻസ്ഫോമിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് കൊസൈൻ ട്രാൻസ്ഫോം ഉണ്ട്, സൈൻ ട്രാൻസ്ഫോം ഉണ്ട്. കൊസൈൻ ആണെങ്കിൽ കോസ് ഒമേഗ എക്സ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ആയിരിക്കും വരുന്ന. സൈൻ ട്രാൻസ്ഫോം ആകുമ്പോൾ സൈൻ ഒമേഗ എക്സ് ആയിരിക്കും വരുന്ന. ഈ ഒരു ചേഞ്ച് മാത്രമാണ് വരുന്നത്. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഈ മോഡ്യൂളിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് കേസസ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതിൽ ആവശ്യമുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസും നോക്കിയിട്ട് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇനിയും ഇൻ്റഗ്രേഷനിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ: എക്സിൻ്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഓഡ് ഫംഗ്ഷൻ. എക്സിൻ്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ പറയുന്നത് ഈവൻ ഫംഗ്ഷൻ. സൈൻ എക്സ് എന്ന് പറയുന്ന ഓൾവേസ് ഓഡ് ഫംഗ്ഷനും കോസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കത് ഈവൻ ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു 5 ഏത് ഫംഗ്ഷനാണെന്ന് വെച്ചാൽ 5 ഓഡ് നമ്പർ ആയതുകൊണ്ട് അതൊരു ഓഡ് ഫംഗ്ഷൻ. എക്സ് റൈസ് ടു 8 ഏതെന്ന് വെച്ചാൽ 8 ഈവൻ നമ്പർ ആയതുകൊണ്ട് അതൊരു ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ എക്സ് കോസ് എക്സ് ഏത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്ത് പറയും? എക്സിൻ്റെ പവർ 1 ആണ്, അപ്പോൾ ഇവൻ ഓഡ്. കോസ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനാണ്? ഈവൻ. ഓഡും ഈവനും ചേർന്നാൽ അത് ഓഡായിരിക്കും. അതേപോലെ ഈവനും ചേർന്നാൽ അത് ഈവൻ ആയിരിക്കും. ഈവനും ഓഡും ചേർന്നാൽ അത് ഓഡായിരിക്കും. ഓഡും ചേർന്നാൽ അത് ഈവൻ ആയിരിക്കും. എന്തിനാ ഈ ഈവനും ഓഡും പറയാൻ റീസൺ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ മൈനസ് വാല്യൂ ടു പോസിറ്റീവ്, അതായത് -1 to 1 അല്ലെങ്കിൽ -∞ to ∞. ഒരു വാല്യൂവിൻ്റെ നെഗറ്റീവും പോസിറ്റീവാണ് അകത്ത് വരുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഡയറക്റ്റ്ലി എനിക്ക് ആൻസർ 0 എന്ന് എഴുതാം. അതേസമയം എനിക്ക് വരുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ഇൻറ്റു ലോവർ ലിമിറ്റ് ഓൾവേസ് 0 ആയിരിക്കും, അപ്പർ ലിമിറ്റ് സെയിം വെച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഫംഗ്ഷൻ വരുന്ന ഓഡ് ഫംഗ്ഷനാണ്. ലിമിറ്റ് മൈനസ് വാല്യൂ ടു പ്ലസ് വാല്യൂ, -2 പ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ -1 to 1 ആവാം, -2 to 2 ആവാം. അങ്ങനെ എന്ത് വാല്യൂ വേണേലും വരാം. ഇവിടെ പറഞ്ഞ നെഗറ്റീവിൻ്റെ പോസിറ്റീവ് ഇവിടെ വരുന്ന അതൊരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഓൾവേസ് 0 ആയിരിക്കും വരിക. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് അറിയണം. അതേപോലെ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് റൂൾ, UV റൂൾ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഇരിക്കും. ഇപ്പോൾ എനിക്ക് ഇൻ്റഗ്രൽ x² cos 2x ആണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഈ x² ഞാൻ u ആയിട്ട് എടുക്കും, cos 2x എന്തായിട്ട് എടുക്കുക? v ആയിട്ട് എടുക്കുക. അപ്പോൾ u = x² v = cos 2x ആണ് വരുന്നത്. UV റൂളിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഒരു വേ ആണ്. ഇപ്പുറത്ത് നീ എടുക്കേണ്ടത് u'. x² ഡെറിവേറ്റീവ് എന്താ? 2x. u" എന്ത് വരും? 2 എന്ന് വരും. u" എന്ത് വരും? 0 വരുന്നത് വരെ ചെയ്യുക. കോൺസ്റ്റന്റ് കിട്ടുന്ന, അതായത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടുമ്പോൾ നിർത്തുക. v1 എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ആണ്. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? sin 2x/2 എന്ന് വരും. v2 എന്ന് വെച്ചാൽ ഈ സൈനിനെ അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പം -cos 2x/4 എന്ന് വരും. v3 എന്ന് വെച്ചാൽ ഈ കോസിനെ അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -sin 2x/8 എന്ന് വരും. 2 × 2 × ഇത്. ഇനി ഇവിടെ ഞാൻ താഴോട്ട് ഒരു ആരോ വരയ്ക്കുക, 0ക്ക് മുന്നേ വരും. ഇനിയും uv1 - u'(v2) + u"(v3)
മൈനസ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി ആയിരിക്കും പോകുന്നത്. അപ്പോൾ യു വി വൺ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ സൈൻ 2x/2 മൈനസ് യു ഡാഷ് 2x അല്ലേ, 2x ഇൻറ്റു മൈനസ് കോസ് 2x/4 പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ 2 ഇൻറ്റു മൈനസ് സൈൻ 2x/8 ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ 2x/2 മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. 2x cos 2x/4 മൈനസ് 2 സൈൻ 2x/8 ഇതിന് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്താണ് ഇൻ്റഗ്രൽ യു വി ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമുക്കറിയാം. അവിടെ ഞാൻ എഫ് ഓഫ് എക്സിന് പകരം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ലിമിറ്റ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് -1 to 1 ആയിരിക്കും നമ്മളെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ 1/√2 പൈ ഇന്റഗ്രൽ -1 to 1 അവനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കോസ് ഒമേഗ എക്സ് മൈനസ് ഐ എക്സ് സൈൻ ഒമേഗ എക്സ് എന്നായിരിക്കും വരുന്നത്. എക്സ് ഏത് ഫംഗ്ഷൻ എന്ന് അറിയാം നമുക്ക്, ഓഡ്. കോസ് ഏതാ, ഈവൻ. ഓഡും ഈവനും ചേർന്നാൽ അത് എന്തായി മാറും, ഓഡായിട്ട് പോവില്ലേ. അപ്പൊ ഇത് 0. എക്സ് സൈൻ ഒമേഗ എക്സ് എന്താണ്, എക്സ് മോഡ് സൈനും ഓഡ്, സോ അത് ഈവൻ ആയിട്ട് മാറും. അപ്പൊ അവിടെ എഴുതിക്കേ സിൻസ് എക്സ് കോസ് ഒമേഗ എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ആൻഡ് എക്സ് സൈൻ omega x is an even function, we change, നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, 1/√2 പൈ ഇൻറ്റു ലോവർ ലിമിറ്റ് 0 ആക്കാം, അപ്പർ ലിമിറ്റ് അതേപോലെ വച്ചേക്കാം. ഈ ടേം 0 ആയി പോവും. ബാക്കി വരുന്ന ആര്, മൈനസ് ഐ ഇൻറ്റു എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ് വരുന്നത്. ഈവൻ ആക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിന്റെ പവർ ഓഡ് ആയതുകൊണ്ട് ഇത് ഓഡ് ഫംഗ്ഷൻ. കോസ് എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷൻ. ഓഡും ഈവനും ചേരുമ്പോൾ അത്, അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് എന്തായി മാറി, ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇവിടെ ആണോ ഇത് എക്സ് ഓഡ് ഫംഗ്ഷനും സൈനും ഓഡ് ആയതുകൊണ്ട് ഓഡും ഓഡും ചേർന്ന് എന്തായി മാറി, ഈവൻ ആയിട്ട് മാറി. അങ്ങനെ എക്സ് കോസ് ഒമേഗ എക്സ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് 0 ആവുകയും ഇത് ഈവൻ ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആക്കി ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ മൈനസ് ഐ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ -2i/√2 പൈ ഇന്റഗ്രൽ 0 to 1 എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഇത് ഞാൻ യു ആയിട്ട് എടുക്കുന്ന, ഇതെന്തായിട്ട് എടുക്കുക, വി ആയിട്ട് എടുക്കുന്ന. അപ്പൊ യു ഈക്വൽ ടു എക്സും യു ഡാഷ് എന്ന് വെച്ചാൽ 1, യു ഡബിൾ ഡാഷ് എന്തായിട്ട് മാറും, 0. വി എന്ന് വെച്ചാൽ സൈൻ ഒമേഗ എക്സ്, v1 എന്ന് വെച്ചാൽ സൈനിന്റെ ഇന്റഗ്രേഷൻ. സൈനിന്റെ ഇന്റഗ്രേഷൻ എന്തുവാ, മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. v2 എന്ന് വെച്ചാലോ കോസിന്റെ ഇന്റഗ്രേഷൻ. കോസിന്റെ ഇന്റഗ്രേഷൻ സൈൻ ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് വരും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എന്തുവാ, പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തല്ലോ. ഇനി അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് യു വി വൺ മൈനസ് യു ഡാഷ് v2 എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, എക്സ് ഇൻറ്റു ആരോ വരച്ച് കാണിക്കാം, എക്സ് ഇൻറ്റു മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. അപ്പൊ മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് മൈനസും പ്ലസ് ആവും, സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. ലിമിറ്റ് എന്താണ്, 0 to 1 അല്ലയോ. അപ്പൊ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇനി ഞാൻ ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്താലോ, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് ടോട്ടലി എന്തായി പോവും, 0. സൈൻ 0 എന്താണ്, 0. അപ്പം ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മൊത്തത്തിൽ അത് എന്തായി പോകും, -0 എന്ന് മാറും.
ഇനി നമുക്ക് ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. -2i/√2π ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാലും മതി.